മലയോര ഗ്രാമങ്ങളായ കോന്നി, പ്രമാടം, അരുവാപ്പുലം ഗ്രാമങ്ങളുടെ കാർഷിക പാരമ്പര്യത്തെ ഒട്ടും തനിമ ചോരാതെ നിലനിർത്തുന്നതിന് വകയാർ വിപണി വഹിക്കുന്ന പങ്ക് ഏറെ വലുതാണ്. കാർഷിക പാരമ്പര്യം ഏറെയുണ്ടെങ്കിലും ഏത്തവാഴ കൃഷിക്കാണ് വകയാർ ഏറെ പ്രസിദ്ധമായത്. ഇടനിലക്കാരുടെ ചൂഷണം ഒഴിവാക്കി കർഷകർക്ക് ന്യായമായ വില ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ 21 വർഷങ്ങൾക്ക് മുൻപ് ആരംഭിച്ചതാണ് വകയാർ കാർഷിക വിപണി. പ്രമാടം പഞ്ചായത്തിലെ വകയാറിൽ പ്രവർത്തിക്കുന്ന വിപണിയിൽ 600-ൽ പരം കർഷകർ സ്ഥിരാംഗങ്ങളായും 600ഓളം കർഷകർ താൽക്കാലിക അംഗങ്ങളായുമുണ്ട്. മലയോര ഗ്രാമങ്ങളിലെ കൃഷി ഏറെ പ്രതിസന്ധികളെ നേരിടുമ്പോഴും സംസ്ഥാനത്തെ തന്നെ ഏറ്റവും വലിയ മൂന്നാമത്തെ കാർഷിക വിപണിയാണ് വകയാർ വിപണിയെന്ന് പ്രസിഡന്റ് ഇസ്മായിൽ റാവുത്തർ പറഞ്ഞു. കഴിഞ്ഞ വർഷം 3.25 കോടി 4 കോടി രൂപയ്ക്കടുത്ത് ഒരു വർഷം ഉണ്ടായിരുന്നു. ഈ വർഷം ഞങ്ങൾ 5 കോടിയാണ് പ്രതീക്ഷിക്കുന്നത്. പ്രളയമാണെങ്കിലും മുമ്പോട്ട് നല്ല രീതിയിൽ പോകുമെന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ടേൺഓവർ കഴിഞ്ഞ വർഷത്തിനെക്കാട്ടി കുറച്ച് ദിവസം കൂടെ മെച്ചപ്പെടും എന്ന് തന്നെയാണ് വിശ്വാസം. കഴിഞ്ഞ വർഷം 4.5 കോടിയുടെ വിറ്റുവരവാണ് ഉണ്ടായത്. പ്രളയം ഏറെ കൃഷിനാശം വരുത്തിയെങ്കിലും ഈ വർഷം 5 കോടിയിൽ പരം രൂപയുടെ വിറ്റുവരവാണ് പ്രതീക്ഷിക്കുന്നത്. കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില ലഭ്യമാക്കാൻ കാർഷിക വിപണിക്ക് സാധിക്കുന്നുണ്ടെന്ന് കർഷകനും മുൻ വിപണി പ്രസിഡന്റുമായ കെ രാജൻ പറഞ്ഞു. ഈ പ്രദേശത്തെ സംബന്ധിച്ച് പ്രദേശത്തുള്ള ഒരു പ്രത്യേകത, ഇത്രയും ഒരു ഗ്രാമപ്രദേശത്ത് ഇത്രയും കാർഷിക ഉൽപ്പന്നങ്ങൾ ഒന്നിച്ചൊരു കേന്ദ്രത്തിൽ വന്നുകൊണ്ട് അത് ജില്ലയുടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ഹോൾസെയിൽ കച്ചവടക്കാർക്കും ചെറുകിട കച്ചവടക്കാർക്കും ന്യായമായ വിലയ്ക്ക് അവർക്ക് എടുക്കാൻ സാധിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഏറ്റവും പ്രത്യേകത കൃഷിക്കാർക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല ഈ സാധനങ്ങൾ നമ്മുടെ പ്രദേശത്ത് വിറ്റഴിക്കാൻ, നമ്മുടെ വിപണിയിൽ വിറ്റഴിക്കാൻ കഴിയുന്നുണ്ട്. വിത്ത് തൊട്ട് വിപണി വരെ കർഷകർക്ക് എല്ലാവിധ സഹായവുമായി ഈ കർഷക കൂട്ടായ്മ സജീവമാണ്. ഈ വർഷം കഠിനമായ വേനലും പ്രളയവും വന്യമൃഗശല്യവുമെല്ലാം ഏറെ പ്രതിസന്ധി സൃഷ്ടിച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹായമില്ലാതെ മുന്നോട്ടു പോകാൻ കഴിയാത്ത അവസ്ഥയാണ് നിലവിലുള്ളതെന്നും കർഷകനായ രാജൻ പറഞ്ഞു. ദൂരദർശൻ ന്യൂസ്, പത്തനംതിട്ട.